പ്രണയപാതയിൽ ചന്നം വിതറിക്കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജ്നു നിക്കേണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ റിലീസ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു സ്ക്രീനിൽ കണ്ട ഒരു ഡിജിറ്റൽ സേവ് ദ ഡേറ്റിന്റെ റീലിന്റെ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ നിങ്ങൾ ഈ റീല് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എക്സ്പ്ലോർ പേജിലൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ഇത് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് റിസ്ക് ആണ് തോന്നുന്നു ചെയ്യാൻ, പക്ഷേ ഇതൊരു ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ടെംപ്ലേറ്റിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ സ്റ്റാർട്ട് ടു എൻഡ് വരെ ഇത് മൊത്തത്തിൽ എഡിറ്റ് ചെയ്യുക കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ആ ഒരു ട്യൂട്ടോറിയലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ, കാരണം ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ് നമ്മൾ കൂടുതലായി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം യൂസർ എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കൊടുക്കുക യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഈ ഡിജിറ്റൽ സേവ് ദ ഡേറ്റിന്റെ ഒരു വീഡിയോ നമ്മൾ മേക്ക് ചെയ്യുന്നത് CapCut ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ CapCut ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു CapCutലേക്ക് ആ വീഡിയോ ആഡ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം അതിൽ ടോട്ടലി ഒരു 80% എഡിറ്റിംഗ് ഞാൻ ഓൾറെഡി ആ ടെംപ്ലേറ്റ് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നിങ്ങളുടെ ഡീറ്റെയിൽസും നിങ്ങളുടെ ഒരു ചെക്കിന്റെയും പെണ്ണിന്റെയും ഫോട്ടോ മാത്രമേ അതിലേക്ക് ആഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് നമ്മളൊരു ചെക്കിന്റെയും പെണ്ണിന്റെയും ഫോട്ടോസും അതുപോലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് ഇതിന്റെ ആ ഒരു ഓരോ ടെക്സ്റ്റിന് ഓരോ ബാക്ക്ഗ്രൗണ്ട് കളറാണ് അതിൽ വരിക. അപ്പോൾ ആ ഒരു കറക്റ്റ് കളർ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഞാൻ ചെയ്തുള്ള ഒരു വീഡിയോ ഉണ്ട്, കറക്റ്റ് എല്ലാതും കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് ടൈമൊക്കെ സെറ്റ് ആക്കി വെച്ചുള്ളത്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ടെംപ്ലേറ്റ് ആക്കിയിട്ടില്ല ആ ഒരു വീഡിയോ കൂടി ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഓവർലേ ആക്കിയിട്ട് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കറക്റ്റ് ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ട് ഞാനൊരു സ്ക്രീൻ കാണിക്കുന്ന പോലെ ആ ഒരു വീഡിയോ നിങ്ങൾ ഒരു സൈഡിലേക്ക് നീക്കി കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഓവർലേ ആക്കിയിട്ടുള്ള വീഡിയോ നമ്മൾ റെഫറൻസ് വെച്ചിട്ട് അതിൽ എവിടേക്കാണ് ടെക്സ്റ്റ് അതുമാതിരി ഇമേജസ് കാര്യങ്ങളൊക്കെ വേണ്ടത് അതേ ഓർഡറിൽ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ഓരോ നമ്മുടെ ഡീറ്റെയിൽസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മുടെ ഇമേജസ് ആഡ് ചെയ്യാണ് ചെക്കിന്റെയും പെണ്ണിന്റെയും. അപ്പോൾ നിങ്ങൾ ആ റെഫറൻസ് വീഡിയോ നോക്കിയിട്ട് അതിൽ എവിടേക്കാണോ ഈ ചെക്കൻ്റെ അതുമാതിരി പെണ്ണിന്റെ പിക്ക് വരുന്നത് അവിടേക്കൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു വൈറ്റ് ചെയ്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നീക്കുമ്പോൾ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ആദ്യം ആ ഒരു പിക്ചർ കൊണ്ടുവരേണ്ടത്, ആ ചെക്കിന്റെയും പിന്നെ പെണ്ണിന്റെയും. അപ്പോൾ ആദ്യം നമ്മുടെ ചെക്കിന്റെ പെണ്ണിന്റെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്തിട്ടുള്ള ഇമേജാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ പോവുക ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ പോയിട്ട് നിങ്ങൾ ഫോട്ടോ റൂം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് മാറ്റ് ട്രാൻസ്പെറൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ചെക്കിന്റെയും പെണ്ണിന്റെയും ഉള്ള ഒരു ഇമേജ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു റീൽ വീഡിയോക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് ഒരു ചെക്കിന്റെ സിംഗിൾ ആയിട്ടുള്ള പിക്കും അതുമാതിരി പെണ്ണിന്റെ ഒരു സിംഗിൾ ആയിട്ടുള്ള പിക്ക്, പിന്നെ അടുത്തത് രണ്ടാളും ഒപ്പം നിൽക്കുന്ന ഒരു പിക്കാണ് വേണ്ടത്. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ചെക്കിനും പെണ്ണും ഒപ്പം നിൽക്കുന്ന പിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ പിക്സാർട്ടിൽ നിങ്ങൾ രണ്ട് പിക്കും നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഒരേപോലെ അടുത്തേക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഒരു ഇമേജ് കാര്യങ്ങളൊക്കെ അവിടെ കറക്റ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കറക്റ്റ് ആ ഒരു കട്ട് ചെയ്ത ഇമേജസ് നമ്മൾ കറക്റ്റ് ഇതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അതിന്റെ സ്റ്റാർട്ടിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ലെയർ നിങ്ങൾ മാക്സിമം സൂം ചെയ്താൽ മതി. എത്ര തവണ നിങ്ങൾക്ക് ആ ലെയർ സൂം ചെയ്യാൻ പറ്റുള്ളൂ അത്രക്ക് നിങ്ങൾ സൂം ചെയ്ത് കൊടുത്തതിന് കറക്റ്റ് നിങ്ങൾക്ക് അതിന്റെ ടൈമിങ് കറക്റ്റ് വൈറ്റ് ലൈനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ലെയർ മാക്സിമം ഇവിടെ സൂം ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ താഴത്തെ ടൂൾ ബോക്സിൽ ഓവർലേ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു ഇമേജസ് കാര്യങ്ങളൊക്കെ ചെക്കിന്റെ പെണ്ണിന്റെ അവിടെ ആ ഒരു റെഫറൻസ് വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ അതിന്റെ സ്റ്റാർട്ടും എൻഡും നിങ്ങൾ കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് ഇതിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇമേജ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെയായിട്ട് ഒരു ഫോട്ടോ റൂമിൽ വാട്ടർമാർക്ക് ഉണ്ടാവും. അപ്പോൾ വാട്ടർമാർക്ക് നമുക്ക് പോയി കിട്ടാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്താൽ മതി അതിന്റെ അടിഭാഗം. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് വേണ്ട സൈസിനനുസരിച്ച് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഒരു ഇമേജ്. അപ്പോൾ ഈ നമ്മൾ ദുൽഖറിന്റെ ഒരു ഇമേജ് സെറ്റ് ചെയ്ത പോലെ ഇനി അടുത്തത് ആ ഒരു പെണ്ണിന്റെ ഇമേജ് കറക്റ്റ് നിങ്ങൾ ഓർഡർ നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ഇമേജിന് ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ കളറൊക്കെ, അപ്പോൾ നിങ്ങൾ അത് നോക്കിയാലും മതി. അപ്പോൾ ഗൈസ് നമ്മൾ കറക്റ്റ് റെഫറൻസ് വീഡിയോയിൽ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഇമേജസ് കാര്യങ്ങളൊക്കെ ഒരു ചെക്കിന്റെ പെണ്ണിന് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഇനി ആ ഒരു ചെക്കിന്റെ പെണ്ണിന്റെ ഒരു ഇമേജ് നമ്മുടെ വീഡിയോയിലേക്ക് വരുമ്പോൾ ചെറിയൊരു ആനിമേഷൻ എഫക്റ്റ് ആഡ് ചെയ്തതാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഓരോ ഇമേജസും സെലക്ട് ചെയ്തത് ആനിമേഷനിൽ നിങ്ങൾക്ക് ഇൻ ആനിമേഷനും ഔട്ട് ആനിമേഷനും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ഒരുപാട് ആനിമേഷൻ എഫക്ട്സ് കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആനിമേഷൻ എഫക്ട്സ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ
ഗൈസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇമേജസിന് ഇപ്പോൾ നമ്മൾ ആനിമേഷൻ എഫക്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇനി ചെയ്യുന്നത് നിങ്ങൾ വൈറ്റ് ലൈൻ ഇങ്ങനെ ഫ്രണ്ടിൽ പോകുമ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും ഇങ്ങനെ റൗണ്ട് ആയിട്ട് ആ സ്ട്രിപ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിന്റെ അവിടെ നിങ്ങൾക്ക് ആദ്യം കുറച്ച് ഗെറ്റ് റെഡി സെറ്റിനൊക്കെ വേണ്ടി കുറച്ച് ഡയലോഗ്സ് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവിടെ ചെറിയൊരു നിങ്ങളുടെ ഒരു വെഡിങ് ആണോ അല്ലെങ്കിൽ നിക്കാഹ് ആണോ നിങ്ങളുടെ എന്ത് പ്രോഗ്രാം ആണോ അതിന്റെ ആ ഒരു ഡേറ്റ് നമ്മൾ അവിടെ അടുത്തതായിട്ട് എഴുതി കൊടുക്കണം. അപ്പോൾ ഡേറ്റ് എഴുതാൻ വേണ്ടി താഴത്തെ ബോക്സിലെ ടെക്സ്റ്റിൽ നിങ്ങളുടെ ഏതോ ഡേറ്റ് വെച്ചാൽ നിങ്ങൾ അവിടെ ഡേറ്റ് എഴുതി കൊടുക്കുക. ഡേറ്റ് എഴുതി കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ അതിലേക്ക് ഞാൻ ഇതിന് മുമ്പേ എഴുതിയിട്ടുള്ള ടെക്സ്റ്റുകൾക്ക് കൊടുത്തുള്ള കറക്റ്റ് ആ സെയിം ഫോണ്ട് തന്നെ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഫോണ്ട് ഏതാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു ഫോണ്ട് സ്റ്റൈൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ ആ ഒരു ഫോണ്ട് സ്റ്റൈലിന്റെ ഒരു ഓപ്ഷൻ പോയിട്ട് കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ണി ക്യൂട്ട് എന്നുള്ള ഒരു ഫോണ്ട് സ്റ്റൈൽ ഉണ്ടാവും. ആ ഒരു ഫോണ്ട് സ്റ്റൈൽ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തത് നമ്മൾ ഇനി ഇതിലേക്ക് ചെറിയൊരു ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ ആനിമേഷൻ നമ്മൾ ഇന്നും ഔട്ടും കൊടുക്കണില്ല, ലൂപ്പ് പോയിട്ട് അതിലേക്ക് അവിടെ ജിഗ്ലി എന്നുള്ള ഒരു ആനിമേഷൻ എഫക്റ്റ് ഉണ്ടാവും. അത് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് നമ്മളൊരു ടെക്സ്റ്റിന്റെ എഫക്റ്റ് കൂടെ അവിടെ ആഡ് ചെയ്യാണ്ട്. എഫക്റ്റ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഫോണ്ട് സ്റ്റൈൽ കണ്ട അത് കഴിഞ്ഞിട്ട് ഓപ്ഷനിൽ കാണാൻ എഫക്റ്റ് എന്നുള്ളത്. ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിലെ പിങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടിക്ക് പോയി കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു എഫക്റ്റ് അത് നിങ്ങൾ ആ ഒരു ടെക്സ്റ്റിനോട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ അടിപൊളിയാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു റെഫറൻസ് വീഡിയോയിൽ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ആ ടെക്സ്റ്റിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നിങ്ങൾ നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള ടെക്സ്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ ലെയർ കറക്റ്റ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കഴിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യണ ഒരു സേവ് ദ ഡേറ്റിന്റെ റീലിന്റെ ഒരു 90% ഇവിടെ എഡിറ്റിംഗ് ഫിനിഷിംഗ് ആയിട്ടില്ല. പിന്നെ ഈ അടുത്തതൊക്കെ സ്റ്റെപ്പ് ഈ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ എഴുതി കൊടുക്കലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുണ്ടാവും എങ്ങനെ ടെക്സ്റ്റ് എഴുതി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ആ ഒരു പ്രിവ്യൂ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് അതിലേക്ക് നിങ്ങളുടെ ഒരു ചെക്കിന് പെണ്ണിന് നെയിംസ് എഴുതി കൊടുക്കാണ്ട്. പിന്നെ നിങ്ങളെ ഒരു നിക്കാഹാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കല്യാണം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കല്യാണത്തിന്റെ ഡേറ്റ് ഡീറ്റെയിൽസ് പിന്നെ കല്യാണം എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് ഓഡിറ്റോറിയത്തിന്റെ പേര് അങ്ങനെ കുറെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിന്റെ എൻഡിങ്ങിലേക്ക് കൊടുക്കാണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഈ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പൊ നിങ്ങൾ റെഫറൻസ് വീഡിയോയിൽ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് എവിടെയൊക്കെയാണ് നെയിംസ് കൊടുക്കേണ്ടതെന്നുള്ളതും എവിടെയൊക്കെയാണ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ ആ ടെംപ്ലേറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ടെംപ്ലേറ്റ് ഒരു ഓവറിലാക്കിയിട്ട് മേലേക്ക് ചെറുതാക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കി മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി നിങ്ങൾ ടെക്സ്റ്റ് ആക്കിയിട്ട് നിങ്ങളവിടെ എഴുതി കൊടുത്താൽ മതി. അപ്പൊ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഫോണ്ട് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കൊടുക്കുക. അപ്പൊ ഞാൻ പറയുകയാണെന്ന് വെച്ചെങ്കിൽ എല്ലാവരും നിങ്ങൾ ഒരേ ടൈപ്പിലുള്ള ഫോണ്ടാണ് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ അടിപൊളിയായിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ഡിജിറ്റലായിട്ട് സേവ് ദ ഡേറ്റിന്റെ ഒരു വീഡിയോ മേക്ക് ചെയ്ത് മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും റിസ്കോ അല്ലെങ്കിൽ ചെയ്യാൻ മടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് പെയ്ഡ് വർക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ട് ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. മറ്റൊരു അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.